ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുളക് അരച്ച് വെച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വറ്റയാണ്. 1 കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്കതിലോട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 7-8 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. 9-10 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ പുളി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 പുളി എടുത്താൽ മതി. കുടംപുളിയാണ് നമ്മൾ എടുക്കുന്നത്. കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കത്തില്ല. കുടംപുളി ഇട്ടാണ് കറി വെക്കുന്നത്. ഇപ്പം ഞാൻ ചെറിയ പീസായിട്ടുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പൊടികളാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ചാറ് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം, പക്ഷേ സെയിം റേഷ്യോയിൽ തന്നെ എടുക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ തീ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. മൺചട്ടിക്ക് അത് നല്ലപോലെ ചൂട് നിൽക്കും. പൊടിയൊന്നും കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മൂത്ത് കിട്ടണം. ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടണം. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് ആ പുളിവെള്ളം എല്ലാം ഒന്ന് നമുക്ക് അടുപ്പിച്ച് വെക്കണം. പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാൻ പുളി ഇട്ട് കൊടുക്കുവാണ്. ഇതിനിയൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പുളിവെള്ളം മൊത്തം ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പും പുളിയും ഒരല്പം മുന്നോട്ട് നിൽക്കണം. അതാണ് ആ മീൻകറിയുടെ ഒരു കണക്ക്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം. സ്പൂണിട്ട് ഇളക്കരുത്. മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചാറിൻ്റെ പരുവം നോക്കി നല്ലപോലെ കുറുകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് റെഡിയാക്കിയത്. സാധാരണ കോട്ടയം സ്റ്റൈൽ മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കും, പിറ്റേ ദിവസത്തേക്ക് എടുക്കും. അപ്പോൾ ഉപ്പും പുളിയെല്ലാം കഷ്ണത്തെ പിടിച്ച് നല്ല പരുവത്തിന് നമുക്ക് കിട്ടും. അന്നേരമാണ് മീൻകറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം അതുപോലെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.